സതീശന്റെ നുണമത്സരം എന്ന പേരിൽ ഡിവൈഎഫ്ഐ പരിഹാസ പരിപാടി വരെ സംഘടിപ്പിച്ചു. അത് ഈ വി ഡി സതീശന്റെ ജാതിനെ പറ്റി ഞാൻ പറഞ്ഞു, നുണജാതിയാണ്, നുണജാതി. അങ്ങനെ തോന്നിയാസം പറയുന്ന, നുണ പറയുന്ന, കളവ് പറയുന്ന ഒരു ജാതി. അദ്ദേഹത്തിന്റെ ജാഥ കടന്നുപോയപ്പോൾ അദ്ദേഹം സത്യം മാത്രം പറയുന്നുണ്ട്. സത്യം കേൾക്കാൻ ആളുകൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് കസേരകൾ മാത്രമേ ഉണ്ടായുള്ളൂ. ഗണപതി മിത്തല്ലാണ്ട് പിന്നെ ശാസ്ത്ര ഞങ്ങൾ ആരും പാടില്ല, വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നുണജാത എന്ന് ഞാൻ ആദ്യം പറഞ്ഞത് അതുകൊണ്ടാണ്. കളവ് പറയാൻ വേണ്ടി ഒരു ജാഥ അതിൽ നിന്ന് പാലപ്പുഴയിലാണ്. നിങ്ങൾ കുറേ കൂടി കളവ് കേട്ടുകൊണ്ടിരിക്കും. ഒറ്റ ദിവസം 9 കളവ് പറഞ്ഞാണ് ഈ പ്രതിപക്ഷം. ഇതൊക്കെ എന്ത് ഇതുവരെ പറഞ്ഞതിലും കടുപ്പിച്ചായിരുന്നു ഇക്കുറി സതീശന്റെ മറുപടി. ഇയാളെ പോലെ പച്ചക്കള്ളം പറയുന്ന ഒരാൾ, ആരോഗ്യമന്ത്രിയുടെ പെടലിയും കയ്യും KSCക്കാർ തിരിച്ചുവെന്ന് പറഞ്ഞ പച്ചക്കള്ളം പറഞ്ഞ ആരാ? അതല്ല ഉദ്ദേശം. എന്നിട്ട് പ്രകോപിക്കാണ് പാർട്ടി പ്രവർത്തകരെ. അവരറിയുന്നില്ല ആ പദവിയിലിരിക്കാൻ യോഗ്യനല്ല അദ്ദേഹം. ഈ പാർട്ടി സെക്രട്ടറിക്കെതിരായിട്ടാണ് ആദ്യം നടപടി എടുക്കേണ്ടത്, അക്രമത്തിൽ ആഹ്വാനം ചെയ്തതിന്. കലാപത്തിന് ആഹ്വാനം ചെയ്തതിന് കേസെടുക്കണം. എം വി ഗോവിന്ദൻ കലാപാഹ്വാനം നടത്തുകയാണെന്ന് പറഞ്ഞ് തന്റെ പ്രതിരോധ മോഡിനെ ആക്രമണ മോഡിലേക്ക് സതീശൻ മാറ്റി. CPM ജാഥ അവസാനിച്ചു. പുതിയുഗയാത്ര തുടരുകയാണ്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ച